കടത്തിന് മേൽ കടക്കണിയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനം. കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ദുരന്തമാണെന്ന് ഉറപ്പാക്കുന്നതാണ് ഈ കണക്കുകൾ. വരുന്ന സാമ്പത്തിക വർഷം പലിശ അടച്ച് തീർക്കാൻ മാത്രം 31,823.72 കോടി രൂപ വേണ്ടിവരും നമ്മുടെ സംസ്ഥാനത്തിന്. 2025-26 സാമ്പത്തിക വർഷം 40,848.21 കോടി രൂപ വീണ്ടും കടമായി സംസ്ഥാനം എടുക്കുന്നുമുണ്ട്. അതായത് പലിശ അടച്ച് തീർന്നാൽ തന്നെ ബാക്കിയുള്ളത് വെറും 9,024 കോടി രൂപ മാത്രമാണ്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടക്കണിയെപ്പറ്റി സംസാരിച്ചാൽ വളരെയധികം അതിശയം തോന്നും. കോടിക്കണക്കിന് രൂപയുടെ കടമാണ് വരുന്നത്. പുതിയ സാമ്പത്തിക വർഷം നമുക്കറിയാം, ഈ മാർച്ച് മാസം അവസാനിക്കുമ്പോൾ നിലവിലുള്ള സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. പക്ഷേ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോഴും കേരളത്തിൻ്റെ കടബാധ്യത ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ പ്രജിത്ത് മോഹൻ? വിനോദ്, കടമെടുത്ത് മുടിയുകയാണ് കേരളം എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാം. കാരണം അത്രയധികം വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ കേരളത്തെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കടമെടുത്ത് നിത്യനിദാന ചെലവുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം സർക്കാർ മുന്നോട്ട് പോകുന്നു. അതേസമയം സംസ്ഥാനത്തിന്റെ പൊതുകടമെന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് കടമെടുക്കുന്നതിന്റെ ഭൂരിപക്ഷവും പലിശ കൊടുക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിന് കൂടി സംസ്ഥാനം സാക്ഷിയാകുന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് 2024-25 സാമ്പത്തിക വർഷം സർക്കാരിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 4,36,387.06 കോടി രൂപയാണ്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം സർക്കാർ 40,848.21 കോടി രൂപ കടമെടുക്കും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുന്ന ധനബാധ്യത എന്ന് പറയുന്നത് സാമ്പത്തിക ബാധ്യത അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് 4,81,997.62 കോടി രൂപയാണ്. ഈ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഇതിന്റെ പലിശ കണക്കുകളിലേക്ക് വരുമ്പോഴാണ് ഈ എടുക്കുന്ന പണത്തിന്റെ ഭൂരിപക്ഷവും പലിശയായി മാത്രം കൊടുത്തു തീർക്കേണ്ട അവസ്ഥയിലാണ് ഈ സംസ്ഥാനം എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിലെ പലിശ കൊടുത്തത് എന്ന് പറയുന്നത് 26,986.22 കോടി രൂപ. അത് ഇപ്പോൾ 2024-25 വരുമ്പോൾ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനം ആകെ കടമെടുത്തത്, ഈ സാമ്പത്തിക വർഷം മാത്രം കടമെടുത്തത് ബജറ്റ് രേഖകൾ പ്രകാരം 40,604.04 കോടി രൂപയാണ്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പലിശ കൊടുത്തത് 29,739.32 കോടി രൂപ. ഇനി 2025-26 വരുമ്പോൾ സർക്കാർ കടമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 40,848.21 കോടി രൂപ. ഈ പണം, ഇത്രയധികം പണം കടമെടുക്കുന്നതോടുകൂടി ആ വർഷത്തെ പലിശയും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഏറ്റവും രസകരമായ കാര്യം, പലിശയായി വരുന്ന 31,823.72 കോടി രൂപ. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഈ കടമെടുത്ത തുകയിൽ നിന്ന് ആകെ ബാക്കിയുള്ളത് 9,024 കോടി രൂപ മാത്രം. അതായത് സർക്കാരിന്റെ ഒരു പ്രാഥമികമായ ചെലവുകൾ പോലും നികത്താൻ ഈ കടമെടുപ്പിലൂടെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കടമെടുക്കുന്നതിന്റെ 78% പലിശ കൊടുത്തു തീർക്കുന്ന ഒരു ഗുരുതരമായ സാമ്പത്തിക വീഴ്ചകളിലേക്ക് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത്രയധികം രൂപ കടമെടുത്ത് കൂട്ടുമ്പോൾ പോലും കൃത്യമായി ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 50% വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, ക്ഷേമ പെൻഷനുകൾ 3 മാസമായി കുടിശ്ശിക നിൽക്കുന്ന സാഹചര്യം, ഒപ്പം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒന്നും കൃത്യമായി ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല. തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ടുള്ള പെൻഷനുകൾ സർക്കാരിന് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. ആശാ വർക്കേഴ്സിനെ പോലെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുത്തിയിരിക്കുന്ന അവസ്ഥ, ഒപ്പം വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നൽകാൻ പണമില്ലാത്ത സംഭവം, പിന്നീട് നെൽസംഭരണം അടക്കമുള്ള കാർഷിക സഹായങ്ങൾ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്നു. ഇതിനിടയിൽ പല വകുപ്പുകളും അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് കൊടുക്കുമ്പോഴും ദൂരത്തിന് മാത്രം സർക്കാരിന് ഒരു കുറവുമില്ലാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ TV ഷോയ്ക്ക് വേണ്ടി അധികമായി ബജറ്റിൽ അനുവദിച്ചതിനേക്കാളും കൂടി കോടിക്കണക്കിന് രൂപ നൽകുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിക്ക് യാത്രാബദ്ധ ഇനത്തിൽ മാത്രം ലക്ഷങ്ങൾ കൂട്ടി നൽകുന്നു. അങ്ങനെ വിവിധ ഇഷ്ടക്കാർക്ക്
ജനങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കാൻ സർക്കാരിന് ഒരു മടിയുമില്ല. അതേസമയം മറ്റ് അടിസ്ഥാനപരമായ പ്രവൃത്തികൾ ഇത്രയധികം കോടി രൂപ കടമെടുത്ത് കൂട്ടുമ്പോഴും അത് നിർവഹിക്കാൻ സർക്കാരിന് കഴിയുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഞെട്ടിക്കുന്ന സാഹചര്യം. സംസ്ഥാനത്തെ അത് ഭാവി കേരളത്തെ പൂർണ്ണമായും കടക്കണിയിലേക്ക് നയിക്കുന്നു. ഇതിനൊരു അന്ത്യം എന്നുണ്ടാകും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കാരണം കൊടുത്തു തീർക്കാനുള്ളതെല്ലാം കുടിശ്ശികകൾ, എടുത്തു തീർക്കുന്നതെല്ലാം കടവും. അങ്ങനെ ഏറ്റവും കൂടുതൽ കടമെടുത്ത, ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിലൊക്കെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അറിയപ്പെടുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ രഹസ്യമായിട്ടെങ്കിലും സംസാരിക്കുന്ന ഒരു കാര്യം. അത്ര വലിയൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ നയിക്കുകയാണ് ഇപ്പോഴത്തെ സാമ്പത്തിക ധനകാര്യമന്ത്രിയും സംസ്ഥാന സർക്കാരും. വിനോദ്. അതെ, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ സാമ്പത്തിക വർഷം അവസാനിച്ച് അടുത്ത ധനകാര്യ വർഷത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനം വളരെയധികം സാമ്പത്തിക പ്രയാസം നേരിടുന്നു. വേറെ പണം കണ്ടെത്തേണ്ടിയിരിക്കും. കണ്ടെത്തേണ്ടിയിരിക്കും. അതും കൂടി ഉണ്ടല്ലോ സർക്കാരിൻ്റെ അജണ്ടയിൽ എപ്പോഴും.